ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും തന്നെ നാട്ടുമ്പുറത്തുകാരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കിടിലൻ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് ഇച്ചാനാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇച്ചാന് നല്ല അടിപൊളിയായിട്ട് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. ഞണ്ടുകളെ നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഞണ്ടുകളെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞണ്ടിന് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി പൊടിയുപ്പ് കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഞണ്ട് വറുത്തെടുത്ത് കേട്ടോ. ഞണ്ടിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി നന്നായിട്ട് കറുമുറ എന്നുള്ള ഒരു ഇതിലായി കേട്ടോ. ഞാനിങ്ങനെ കാലൊക്കെ എടുത്തൊന്ന് കഴിച്ച് നോക്കി. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു പരുവത്തിലായി. അതുപോലെ ഞണ്ട് നമ്മൾ വറക്കാൻ നേരത്ത് നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ. കാരണം ഇടയ്ക്ക് ഞണ്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. ഞണ്ടിന് ഞാൻ കുറച്ച് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാന്താരിമുളക് ഉണ്ടായിരുന്നു, കുറേയൊക്കെ പഴുത്ത മുളകൊക്കെ ആയിരുന്നു കേട്ടോ. പഴുത്ത കാന്താരിമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ കുറച്ച് സവോളയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞണ്ട് വറുത്ത അതേ ചട്ടിയിൽ അതേ എണ്ണയ്ക്കകത്തേക്കാണ് കേട്ടോ ഈ സവോള നമ്മൾ അരിഞ്ഞു വെച്ച സവോളയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുവാണ്. ഇത് വഴറ്റി ഏകദേശം കളറൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരിയും അതുപോലെ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സിങ് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്.
കുറച്ച് മസാലകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഒക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ കാന്താരിയൊക്കെ മിക്സ് ചെയ്തതും ഉള്ളി വഴറ്റിയതും എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഈ മസാലകളൊക്കെ അതേ ചട്ടി തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച ഞണ്ട് കൂടി ഈ മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ റോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അല്പം കുരുമുളക് പൊടി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിടുകയാണെങ്കിൽ ആ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ കഴിച്ചിട്ടുള്ള കൂട്ടുകാർക്കറിയായിരിക്കും അത് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്ന്. ഞാൻ മിക്കപ്പോഴും എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും കുരുമുളക് പൊടി ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. ആ കുരുമുളക് പൊടി ഇട്ടിട്ട് ആ റോസ്റ്റ് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങളിങ്ങനെ ഒന്ന് റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഞണ്ട് നന്നായിട്ട് മുരിഞ്ഞ ഞണ്ടായിരുന്നു. അത് മസാലയ്ക്കകത്തും അതുപോലെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നല്ല കളർഫുള്ളായി, ഏകദേശം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നല്ല കിടിലൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ.